അതായത് ഒരു കാർബൺ എപ്പോഴും 4 ബോണ്ട് ഉണ്ടാകും. എല്ലായിടത്തും ഹൈഡ്രജൻ വന്ന് ചേർന്നെന്ന് വിചാരിക്കും. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. എന്നാൽ ഈ ഒരു കേസിൽ ഒരു ബോണ്ട് തൊട്ടടുത്തുള്ള കാർബണുമായിട്ടാണ്. അപ്പൊ എത്ര ഹൈഡ്രജൻ ഉണ്ടാവുള്ളൂ? 3 ഹൈഡ്രജൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നമ്മളിവിടെ ഫില്ല് ചെയ്യണം. മനസ്സിലായോ? 1 2 3 3 ഹൈഡ്രജൻ. അപ്പോൾ CH3. ഓക്കെ. ഇനി ഇവിടെ വരുമ്പോൾ 1 2 രണ്ടെണ്ണം ഓൾറെഡി പോയി. ഇനി 2 ബോണ്ട് ഉണ്ട്. അത് ഇവിടെയാണ് ഹൈഡ്രജൻ വന്ന് ചേരും. കണ്ടോ? അപ്പോ എത്ര ഹൈഡ്രജൻ ഇവിടെ വന്നു? 2 ഹൈഡ്രജൻ. CH2. ഇവിടെ വരുമ്പോൾ ഈ കാർബൺ 1 2 3 3 ബോണ്ട് ഉണ്ട്. ഇനി ഒരെണ്ണം ബാക്കിയുള്ളൂ. അപ്പൊ 1 ഹൈഡ്രജൻ. ഇവിടെ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഉണ്ട്. അപ്പൊ 3 എണ്ണം ബാക്കിയുണ്ട്. 3 ഹൈഡ്രജൻ. ഇവിടെ ഒന്ന് ഇങ്ങോട്ട് അപ്പൊ രണ്ട് വേക്കന്റ് പൊസിഷൻ ഉണ്ട്. കണ്ടോ? അപ്പൊ ഹൈഡ്രജൻ അവിടെ വരുമ്പോ ഇതിന്റെ എത്രയാ വരാ? H2. ഇവിടെ 1 2 3 3 വേക്കന്റ് പൊസിഷൻ ഉണ്ട്. അപ്പോ ദിസ് ബിക്കം H3 CH3. അത്രയും കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ മോളിക്കുലാർ ഫോർമുല എഴുതാനാണ്. അതായത് എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ എണ്ണി കൃത്യമായിട്ട് എഴുതിയാൽ മതി. വെരി ഈസിയാണ്. കാർബണിന് നോക്കാം. 1 2 3 4 5 6 കാർബൺ. ഓക്കെ. ഹൈഡ്രജൻ എണ്ണം നോക്കാം. ഹൈഡ്രജൻ എണ്ണം എപ്പോഴും നമ്മൾ വലിയ സംഖ്യകള് നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാട്ടോ. ഇവിടെ 3 6 9 3 6 9. ഓക്കെ. അടുത്തത് 10 11 12 13 14 ഹൈഡ്രജൻ 14 C6H14. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? C6H14. പ്രധാനപ്പെട്ട ചെയിനിൽ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളിവിടെ ചെയിൻ സെലക്ട് ചെയ്യണം. നമ്മൾ 1 2 3 4 5 ഇങ്ങനെ സെലക്ട് ചെയ്യാം. 5 എണ്ണം വരും. അപ്പോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് മെയിൻ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. ഓക്കെ. ഇനി ഇതിന്റെ IUPAC നെയിം എഴുതണം. ഇത്രയും നേരം ചെയ്ത നിങ്ങൾക്ക് ഇത് എന്തുവാ അല്ലെ? ഇതൊക്കെ എന്ത് ഈസിയാ. നമുക്ക് നമ്പർ ഇടാം. 1 2 3 4 5. 5 എണ്ണം വന്നുകൊണ്ട് നമ്മുടെ വേർഡ് റൂട്ട് എന്താണ്? പെൻഡ്. ഓക്കെ, അത് മനസ്സിലായി. ഇനി ഇതിന്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ നമ്മുടെ പ്രൈമറി സഫിക്സ് എന്ന് പറഞ്ഞാൽ AN. ഇവിടെ നിങ്ങളുടെ ബ്രാഞ്ച് ഒരെണ്ണമാണ്. അത് മീറ്റയിലാണ്. അപ്പൊ നമ്മുടെ പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീതാൽ. മീതലിന്റെ പൊസിഷൻ 3ാമത്തെ കാർബണിലാണ്. അപ്പൊ 3. ഏറ്റവും കുറഞ്ഞ നമ്പർ വരുന്ന രീതിയിൽ ഇടണം. പക്ഷെ ഇപ്പൊ ഇവിടെ ഈ കേസിൽ 2 3 ആണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി എല്ലാം ചേർത്ത് എഴുതുമ്പോൾ വേർഡ് റൂട്ട് ആദ്യം എഴുതി. പെൻഡ്, ദെൻ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN, ദെൻ മീഡിയൽ പ്രിഫിക്സ് ആണ് അതിന്റെ മുന്നിൽ എഴുതി. മീതാൽ അതിന്റെ പൊസിഷൻ എഴുതി 3. Watch full video on my